ഹമാസുമായുള്ള യുദ്ധപരാജയത്തെ തുടർന്ന് ഇസ്രയേലിൽ അങ്ങനെ 3-ാം വിക്കറ്റും വീണു. മുൻ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ്, ദേശീയ സുരക്ഷാ മന്ത്രി ബെൻ ഗവീർ, ഇപ്പോൾ ഇസ്രയേലിന്റെ സൈനിക മേധാവി ഹെർസി ഹലേവിയും രാജിവെക്കുന്നു. ഇസ്രയേൽ സൈനിക മേധാവി രാജിവെക്കാൻ പറയുന്ന കാരണം വളരെ വിചിത്രമാണ്. 1.5 വർഷം മുമ്പ് ഒക്ടോബർ 7 നടന്ന ആക്രമണത്തിൽ തന്റെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന സൈന്യം പരാജയപ്പെട്ടതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഇപ്പോൾ രാജിവെക്കുന്നു എന്നാണ് ഹെർസി ഹലേവി പറയുന്നത്. ഹെർസി ഹലേവി മാർച്ചിൽ രാജിവെക്കുമെന്നാണ് റിപ്പോർട്ട്. കഴിഞ്ഞ ദിവസം ദേശീയ സുരക്ഷാ മന്ത്രി ബെൻ ഗവീർ ഹമാസുമായി ഉണ്ടാക്കിയ വെടിനിർത്തൽ കരാറിൽ പ്രതിഷേധിച്ച് രാജിവെച്ചിരുന്നു. ഹമാസിനെ തുടച്ചു നീക്കാൻ ഇറങ്ങിയ ഇസ്രയേൽ ഒടുവിൽ മന്ത്രിമാർ തമ്മിലടിക്കുന്ന അവസ്ഥയിൽ എത്തിച്ചേർന്നിരിക്കുന്നു. വ്യവസായ മന്ത്രി ബെസിലാൽ സ്മോട്രിക് വെടിനിർത്തലിനോട് പരസ്യമായി എതിർപ്പ് പ്രകടിപ്പിച്ചു കഴിഞ്ഞു. ടൈംസ് ഓഫ് ഇസ്രയേൽ പോലുള്ള ഇസ്രയേലി മാധ്യമങ്ങൾ പോലും ഇസ്രയേൽ ചരിത്രത്തിൽ ആദ്യമായി ഒരു യുദ്ധം പരാജയപ്പെട്ടതായി വിലയിരുത്തുന്നു. ഡേവിഡ് കെ റീസ് ടൈംസ് ഓഫ് ഇസ്രയേൽ എഴുതിയ ലേഖനമാണ് ഇപ്പോൾ ചർച്ചാ വിഷയമാകുന്നത്. ഇസ്രയേലിന്റെ യുദ്ധപരാജയത്തിന്റെ കാരണങ്ങൾ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. 50,000-ഓളം മനുഷ്യരെ ഇസ്രയേലിന് വധിക്കാനായി എന്നൊഴിച്ചാൽ ഇസ്രയേലിന് ഒന്നും തന്നെ ഈ യുദ്ധത്തിലൂടെ നേടാനായിട്ടില്ല. കൊല്ലപ്പെട്ടവരിൽ അധികവും സ്ത്രീകളും കുട്ടികളുമാണ്. ഗസയെ മനുഷ്യവാസമില്ലാത്ത മരുഭൂമിയാക്കുമെന്ന് പറഞ്ഞ് യുദ്ധം തുടങ്ങിയ നെതന്യാഹു ഒടുവിൽ ഹമാസുമായി കരാറിൽ ഏർപ്പെടേണ്ടി വന്നു. ബന്ദികളെ മോചിപ്പിക്കാൻ ആയിരക്കണക്കിന് പലസ്തീനികളെ വിട്ടുനൽകണം. ഇതിൽ തന്നെ അനവധി ഹമാസ് നേതാക്കളും ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ടവരുമുണ്ട്. ഇത് ഒരു തോൽവിയായി ടൈംസ് ഓഫ് ഇസ്രയേൽ ചൂണ്ടിക്കാട്ടുന്നു. അടുത്ത യുദ്ധലക്ഷ്യമായി നെതന്യാഹു പറഞ്ഞിരുന്നത് ഹമാസിനെ തുടച്ചു നീക്കുമെന്നാണ്. എന്നാൽ റിപ്പോർട്ടുകൾ പറയുന്നത് ഹമാസിന് ഏകദേശം ഇപ്പോഴും 12,000 പോരാളികൾ ഉണ്ടെന്നാണ്. ഹമാസ് അതിവേഗം റീഗ്രൂപ്പ് ചെയ്യുകയും കൊല്ലപ്പെട്ടവരിലധികം ആളുകളെ റിക്രൂട്ട് ചെയ്യുകയും ചെയ്തതായി ഇസ്രയേലി പത്രം തന്നെ വിലയിരുത്തുന്നു. ഇസ്രയേലിന്റെ സുഹൃത്ത് രാഷ്ട്രങ്ങൾ പോലും ഈ യുദ്ധത്തോടെ ഇസ്രയേലിനെതിരെ തിരിഞ്ഞു കഴിഞ്ഞു. ഒക്ടോബർ 7 ആക്രമണത്തിന് ശേഷം ഇസ്രയേലിന്റെ ശക്തി സാമ്പത്തികമായും സൈനികമായും ക്ഷയിച്ചതായി ഇസ്രയേലി പത്രങ്ങൾ വിലയിരുത്തുന്നു. യുദ്ധാനന്തരം ഗസയുടെ നിയന്ത്രണം ഹമാസ് തന്നെ ഏറ്റെടുക്കുമെന്നും ഡേവിഡ് കീറീസ് പറയുന്നു. ഇസ്രയേലി സൈനികരും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും അടക്കം യുദ്ധക്കുറ്റങ്ങളുടെ പേരിൽ മറ്റു രാജ്യങ്ങളിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടേക്കാം. ഒക്ടോബർ 7 ആക്രമണങ്ങൾക്ക് ശേഷം 840-ഓളം ഇസ്രയേലി സൈനികർ കൊല്ലപ്പെടുകയും ആയിരക്കണക്കിന് സൈനികർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. 1.5 വർഷക്കാലം ബന്ദികളെ ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ എവിടെ സംരക്ഷിച്ചുവെന്ന് ലോകോത്തര രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദിനും അമേരിക്കയ്ക്കും കണ്ടെത്താനായിട്ടില്ല. ഫിലാദൽഫി കോറിഡോർ അടക്കം തന്ത്രപ്രധാന കേന്ദ്രങ്ങളിൽ നിന്നും പിന്മാറില്ലെന്ന് പറഞ്ഞിരുന്ന ഇസ്രയേൽ കരാർ പ്രകാരം ഗസയിൽ നിന്നും പൂർണ്ണമായി പിന്മാറണം. ചുരുക്കം പറഞ്ഞാൽ ഈ യുദ്ധം ഇസ്രയേലിനേറ്റ പരാജയമായിരുന്നുവെന്ന് ഇസ്രയേലി മാധ്യമങ്ങൾ തന്നെ വിലയിരുത്തുന്നു. ഇസ്രയേൽ സൈനിക മേധാവി ഇപ്പോൾ രാജിവെക്കാൻ കാരണം നെതന്യാഹുമായുള്ള കനത്ത അഭിപ്രായ വ്യത്യാസമാണെന്നാണ് സൂചന. ഹെർസി ഹലേവി ഹമാസുമായി വെടിനിർത്തൽ വേണമെന്ന നിലപാടെടുത്തിരുന്നു.